നമ്മുടെ സമയം പ്രായമുള്ള അപ്പച്ചൻ വന്നത് ഉദാഹരണം അവരെ അമ്മച്ചിയോ അപ്പച്ചനുമാണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ന്യായമായിട്ട് സഹോദരിമാരോ കൊച്ചു മുമ്പുള്ളവർ ചെയ്യേണ്ടത് അവരോട് പറഞ്ഞാൽ അവിടേക്ക് ഞാൻ എടുത്തോണ്ട് പോകും. അതാണ് മര്യാദ. അത് വീട്ടിലാണ് പഠിക്കേണ്ടത്. വീട്ടിൽ വലിയപ്പനുണ്ടെ ആദ്യം ഇത് ചെയ്ത് കാണിക്കണം. പ്രായമുള്ള ഒരു അമ്മ വന്നത് പ്രായമുള്ള ഒരു അപ്പച്ചൻ വന്നാലും അപ്പച്ചനടുത്തേക്ക് ഞാൻ എടുത്തോണ്ട് വരാം. കഴിച്ചു കഴിയുമ്പം അത് മേടിച്ചുകൊണ്ട് പാത്രം കൂടെ കഴുകി വെക്കുന്നത് വളരെ അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ന്യായമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ പൂച്ചമായിട്ട് നോക്കുന്നത് നടത്തിപ്പുകാരെ നന്നായിട്ട് ഞാൻ നിങ്ങളുടെ പുള്ളിയെ നന്നായിട്ട് ഭഗവാൻ മാസം ശരിക്കും ഞാൻ വെള്ളം കുളിപ്പിച്ചു പുള്ളി കഷായിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഉപദേശിയായിക്കോട്ടെ ശ്രീപാസ്റ്റർ ഞാൻ നന്നായിട്ട് വെള്ളം കുളിപ്പിച്ചു. പുള്ളി കുളിച്ച് ഊപ്പാട് വന്നു. അവസാനം പുള്ളി കുഴഞ്ഞു. ശ്രീപാസ്റ്റർ വെള്ളം കുടിപ്പിക്കുകയല്ല, ശ്രീപാസ്റ്റർ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മനസ്സിലായി? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. മോശയെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേല് ജയിക്കും. മോളിങ്ങോട്ട് തിരിഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു, മോളിങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് പുറകോട്ട് ചുട്ടാറങ്ങിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു. തങ്കച്ചാനെ ഉണ്ടാക്കാൻ സ്ഥലത്തിരിക്കാം. ഇങ്ങോട്ട് എന്നിട്ട് ആ കസേര ഇങ്ങോട്ട് അവിടെ അല്ലിരിക്കുന്ന കസേര ദൈവരാശം കൊടുക്കുന്നു. ആ കസേര തങ്കച്ചാൻ ആ കസേര ഇപ്പൊ റെഡിയായി. ഇപ്പൊ അങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് വലിച്ചിട്ട് മോളവിടെ നിലനിൽക്കുന്നു. മോളിഞ്ഞു തങ്കച്ചാൻ ഇപ്പൊ അതിലോട്ട് അലമാരിലോട്ട് കൊടുത്തു. മോളിഞ്ഞു ഒക്കെ വെക്കാനാണ് മോളിച്ചിട്ട് എത്ര അടവിട്ട് ഇപ്പോൾ കൊച്ചുമോളാര് മാത്രം അടുക്കളയിലുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആനവിടും കർത്താവും എല്ലാരും ഇത് കേച്ചല്ലേ വിളമാൻ തുടങ്ങി. അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്തു വാഴ്ത്തി. അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്തു വാഴ്ത്തി. മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. തങ്കച്ചാന്റെ വീട്ടിൽ വെച്ചും അതിന്റെ ചരിത്ര ഭാഗം നമ്മൾ ചിന്തിച്ചു. അതിനുശേഷമായിട്ട് ഷിബു പാസ്റ്റർ വീട്ടിൽ വെച്ചും അല്പസമയങ്ങൾ ചിന്തിച്ചു. ഷിബു പാസ്റ്റർ വീട്ടിൽ വെച്ചും അത് ചിന്തിച്ചു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലെ ആ ഭാഗത്തോട് ബന്ധപ്പെട്ട അപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ ചിന്തിച്ചതൊന്നും ഇനി പറയുന്നില്ല. ആ നിർത്തിയ ഭാഗത്തിന് മുമ്പോട്ട് പോകാം. അപ്പോൾ അമാലേക്ക് എന്ന് പറയുന്ന ശക്തി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരിക രബീദിമിൽ വെച്ചായിരുന്നു വരുന്നത്. അപ്പൊ മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇതാണ്. രബീദിമിൽ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ, അമാലേക്കിന്റെ കുലത്തൊഴിൽ കൊള്ളയാണ്. ഇസ്രായേൽ മക്കൾക്കെതിരെ വന്ന കൊള്ളയടിക്കാനാണ്. കാരണം ഇവരുടെ കൈവശം ടൺ കണക്കിന് വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, പൊന്ന് വിശ്വാസത്തെ കാണിക്കുന്നു. നിന്റെ വിശ്വാസത്തെയും വീണ്ടെടുപ്പിനെയും നശിപ്പിക്കാന് ശത്രു വരുമല്ലോ. അല്ല നിന്റെ
ആട്ടുകുട്ടിയെ മോട്ടിച്ചോണ്ട് പോകാനെന്ന് പറഞ്ഞു. എന്റെ 2 പെടക്കോഴി അത്തു. വ്യായം എന്തിനാ പെടക്കോഴി? സ്തോത്രം. നിന്റെ പെടക്കോഴിയും വ്യാജിന് വേണ്ട, ആട്ടുകുട്ടിയും വേണ്ട, കന്നാലും വേണ്ട, വണ്ടിയും വേണ്ട, വസ്തുവും വേണ്ട, ആധാറും വേണ്ട, പാൻ കാർഡും വേണ്ട. വ്യാജിന് ഇതിലും വലുതുണ്ട്. പിശാച് വരുന്നത് നിന്റെ വിശ്വാസത്തെയും വീണ്ടെടുപ്പിനെയും തകർക്കാനാണ്. നിന്റെ ആത്മീക ജീവിതത്തെ, നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കാനാണ് സാത്താൻ വരുന്നത്. നീ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത്, കൂട്ടായ്മയ്ക്ക് വരരുത്, യോഗത്തിന് പോകരുത്, ദൈവത്തെ സ്തുതിക്കരുത്, കൈയടിക്കരുത്, പാടരുത്. ഇതൊക്കെ അവന്റെ തന്ത്രം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇത് മനസ്സിലാക്കി ദൈവമക്കൾ ഇതിനെ ജയിക്കണം, അതിജീവിക്കണം. നമ്മള് സൂചിക്കുന്ന വായിക്കല്ലോ, മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചു. ആര്? ഭർത്തിമാനിയ ഉണ്ടായില്ല. ഞങ്ങള് പഴയ ആൾക്കാരിക്കുമ്പോ നീ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഗ്ലോറി, ഈ സഭ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ ഞങ്ങളുള്ളത്. അത് പിന്നെ ഇടയ്ക്ക് കയറി വന്നിട്ട് നീ ഇങ്ങനെ, അതൊന്നും ഇവിടെ നടക്കുകയല്ല. സ്തോത്രം. ആദ്യം വന്നാലും ഇടയ്ക്ക് വന്നാലും ഒരു കോഴ്സും ഇവിടെ ഇറക്കരുത്. ആദ്യം വന്നാലും കൊള്ളാം, ഇടയ്ക്ക് വന്നാലും കൊള്ളാം, ലാസ്റ്റ് വന്നാലും കൊള്ളാം, കോഴ്സ് ഒന്നും. ഇവിടെ വരുന്നവരെല്ലാം ദൈവത്തെ ആരാധിച്ചോണം, പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ ബലപ്പെട്ടോണം, വചനം ധ്യാനിച്ചോണം, ദൈവശക്തിയിൽ നിറഞ്ഞോണം. അപ്പൊ ഈ മിണ്ടാതിരിക്കാൻ പലരും ഭർത്തിമായിയെ ശാസിച്ചു. അവിടെ വായിക്കുന്ന തിമായിയുടെ മകനായ ഭർത്തിമായ. തിമായി എന്ന വാക്കിന്റെ ഒരർത്ഥം വിലമതിക്കപ്പെട്ടവൻ എന്നാണ്. വിലമതിക്കപ്പെട്ടവൻ. പക്ഷെ ചെറുക്കന് കാണാൻ പാടില്ല. അപ്പം വലിയ വിലമതിക്കപ്പെട്ട ഞങ്ങള് പകരോമറ്റൻ കുടുംബത്തെയാണ്. പക്ഷെ ചെറുക്കന് കാണും കടയൊന്നും കാണാൻ. തോമസിലേക്ക് വന്നതിന്റെ കാൽപാദം ഞങ്ങളുടെ അവിടെ പതിഞ്ഞിട്ടുണ്ട്. അവിടെ ചെറുക്കന് അപ്പൻ വലിയ വിലമതിക്കപ്പെട്ടവനാ. ഏതാൻ വരിയാനിരുന്ന് വിട്ടേന്ന് ചോദിച്ച് ഇരക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു നസറായം വരുന്നുണ്ടെന്ന്. ആ കേട്ട കേൾവിക്കനുസരിച്ച് ഇവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട്. എന്നാൽ ആ മുന്നടക്കുന്നവരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവനെ. എന്നാ ഇനി മിണ്ടുന്നില്ലെന്നാണോ? അവനെ അവിടെ വായിച്ച അവനവരെ ഏറ്റവും അധികം നിലവിളിച്ചു. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം ദൈവത്തെ മഹത്വപ്പെടുത്തും. പൗലോസ് ഇതിനോട് ചേർന്നൊരു പദം വേണം പറയാം. പൗലോസ് പറഞ്ഞു, നിങ്ങളെക്കാൾ എല്ലാരെക്കാളും കൂടുതൽ ഞാൻ അന്യഭാഷ പറയുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നില്ല. അവൾ പിശാച് വരുന്നത് അടക്കാനും മുടിക്കാനും നശിപ്പിക്കാനും ആത്മീക ജീവിതത്തെ തകർക്കാനും. അവളെ അമേരിക്കയിൽ കൊള്ളക്കാരാണ്. ഇവരെ കൊള്ളയടിക്കാൻ വന്നത് വിശ്വാസവും വീണ്ടെടുപ്പും നശിപ്പിക്കാനാണ്. ഇവര് കൊള്ളക്കുക. ഇടയ്ക്കത്തെ ഭാഗം ഞാനങ്ങ് വിടുക. അപ്പൊ ഈ രബീലിൽ വെച്ചാ ഈ അമാലേക്ക് കയറി വന്നത്. അവൻ കൃപയുള്ള അഭിഷേകമുള്ള ദർശനമുള്ള മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, അമാലേക്കിനെ പരാജയപ്പെടുത്തണം, അമാലേക്കിനെ ജയിക്കണം, അമാലേക്ക് തോൽക്കണം. അതുകൊണ്ട് മോശ പെട്ടെന്ന്, ഞാൻ ഈ വിഷയം ഇന്നിവിടെ കൊണ്ടങ്ങ് നിർത്താൻ ചിന്തിക്കുക. മോശ പെട്ടെന്ന് യോശുവയെ വിളിച്ചേച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, പടക്കളത്തിലോട്ട് പോകാൻ പറഞ്ഞു. യുദ്ധക്കളത്തിലോട്ട് പോകും. യോശുവയെ പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിട്ടു. ദൈവത്തിന് മകനം. എന്നിട്ട് അഹരോനെയും ഹൂരിനെയും കൂടെ കൂട്ടി ദൈവത്തിന്റെ വടിയും എടുത്ത് കുന്നിൻ മുകളിലോട്ട് കയറി. യോശുവയെ പടക്കളത്തിൽ വിടാൻ കാരണം വേറെ ആ സന്ദർഭത്തിൽ യോശുവ പോയെങ്കിലേ ശരിയാകുള്ളൂ. കാരണം യോശുവയെ പറ്റി നമ്മൾ വായിക്കുന്നത്, ഈ മോശ നേരത്തെ കൈ വെച്ച് അനുഗ്രഹിച്ചിരിക്കുക. യോശുവയെ മോശ കൈ വെച്ച് അനുഗ്രഹിച്ചിരിക്കുക. രണ്ട്, യോശുവ കൂടാരം വിട്ടുപിരിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയ്ക്കിടെ വേറെ സൈഡ് ബിസിനസിനൊന്നും അതാ. ഇതിനിടെ വണ്ടി കച്ചവടവും മത്ത കച്ചവടവും റിയൽ എസ്റ്റേറ്റും ബ്രോക്കർ പണിയും ദല്ലാള് പണിയും വേറെ സൈഡ് ബിസിനസ് ഒന്നും, ശുശ്രൂഷ മാത്രം. ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴും പറയും, ഇനിയും പറയും, മെയിൻ വിഷയം ശുശ്രൂഷ.
ഒന്നുകൂടെ പറഞ്ഞാൽ മെയിൻ വിഷയം ആത്മീയം, അതിന് താഴെയുള്ളൂ ബാക്കി മുഴുവൻ വിഷയവും. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യം നിങ്ങൾക്കും വേണേ പറയാം. പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നവര് ചുമ്മാ കൈയും കാലും ഒക്കെ ഗ്ലോറി വിറ്റെടുത്തൊന്നും വേണ്ടി പോകരുത്, മര്യാദയ്ക്കിരുന്നു. പറഞ്ഞില്ലേ പുള്ളി എന്നാ ഓർക്കും, രണ്ട് കൈയും കിടപ്പുണ്ടെന്നാ പൊക്കിയാൽ അങ്ങനൊന്നും പൊക്കൊന്നും വേണ്ട. ചുമ്മാ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഓളത്തിൽ ഞാൻ ഇളകത്തുമില്ല. തന്നെ ഓളം ഉണ്ടാക്കുന്നവരെ എനിക്ക് അറിയുകയും ചെയ്യാം ഇത് ഓളമാണ്. അപ്പൊ ലൈവ് പോകുന്ന നിങ്ങളുടെ പേര് വിളിച്ച് ഞാൻ പറയും. അപ്പൊ പിന്നെ അതിന് പേര് തന്നെ കിടന്ന് ഓളം ഉണ്ടാക്കുന്ന എനിക്ക് പണ്ടൊരാള് ഒരു സഹോദരി സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെ ഒരു ഭാഷ പറഞ്ഞ് റേഡി നിർത്തുന്നത് ഈ കിണറ്റിൽ ചാടിയ ചരിത്രം ഞാൻ അന്നാലും പുള്ളിക്കാരിയാണ് ഒരു സഹോദരത്തിനെ പോലെ അവനും വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ തന്നെ ചോദിച്ചവന് അന്നേരം ഞങ്ങളുടെ വേറൊരു ഭാഷ പറഞ്ഞു, നീ പണ്ട് ഓട്ടോയിൽ പോയ കാര്യം എന്നെ കൊണ്ട് അത്രേ ഉള്ളൂ, അത്ര മതി. അവിടെ ചുമ്മാ ഓളം ഒന്നും ഉണ്ടാക്കരുത്, ചുമ്മാ ഗ്ലോറി കാൽവറി ചീസൊന്നും കൈയൊന്നും പൊക്കരുത്. അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും വേണം. സ്തോത്രം. ഞാൻ എന്റെ കാര്യം തീർത്ത് പറയുക, അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾക്കും ദൈവത്തെ വിളിക്കാം. ആത്മീയ വിഷയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി മുഴുവൻ. അതിന് കീഴില ബാക്കി മുഴുവൻ. പ്രഥമ സ്ഥാനം ആത്മീയ വിഷയങ്ങളൊക്കെ, അതിന് കീഴില ബാക്കി മുഴുവൻ കാര്യം. നിങ്ങൾ അങ്ങനെ ഒന്ന് മുൻപോട്ട് പോയേ നിങ്ങൾ അറിയാത്ത നന്മയും അഭിവൃദ്ധി അനുഗ്രഹവും വിടുതലും ദൈവം തന്നു. സ്തോത്രം. അവൻ മോശക്കൊരു കാര്യം പിടികിട്ടി, ഈ അമാലേക്കിന്റെ ശക്തികളെ ഒതുക്കണമെങ്കിൽ യോശുവയെ പടക്കളത്ത് വിടണം. ഒന്ന്, മോശ കൈ വെച്ച് യോശുവയെ അനുഗ്രഹിച്ചു. കൈ വെച്ച് അനുഗ്രഹിച്ചു. വാക്യങ്ങളെല്ലാം ഇപ്പൊ എടുപ്പിക്കുന്നില്ല, കാരണം വാക്യങ്ങൾ വായിപ്പിച്ചാൽ പിന്നെ ഞാൻ അവിടെ തന്നെ നിന്ന് വേറെ പറയും. അപ്പൊ ഇത് പറഞ്ഞങ്ങ് വിടുകയാണെങ്കിൽ കാരണം ഓരോ വാക്യം വായിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഓരോ പ്രകാശനം ഉണ്ടാകും. അപ്പൊ പിന്നെ വായിപ്പിക്കാൻ തന്നെ വിടാം. ഒന്ന്, കൈ വെച്ച് അനുഗ്രഹിച്ചു. രണ്ട്, യോശുവ കൂടാരം വിട്ടുപിരിയാതിരിക്കുക. ഈ കൂടാരത്തിൽ നിന്ന് വേറൊന്നും ഞായറാഴ്ച സഭാമോളി വന്നിച്ച് നിങ്ങളും ചൊവ്വായും വേറെ കൂടാരത്തിൽ പോകരുത്, വേറെ വഴിക്ക് പോകരുത്. ഇവിടെ തന്നെ കൂടാരത്തിൽ കാണണം. സ്തോത്രം. ഞായറാഴ്ച സൺഡേ വന്ന് പാട്ട് പാടി വെച്ച് മൺഡേ പോയി വേറെ പാട്ട് സൺഡേ വന്ന് പാടി എന്തത് ചെയ്യണേ ദൈവത്തെ സ്നേഹം. മൺഡേ നോക്കിയപ്പോ പുള്ളി പാടുക പൊന്നരിമാൾ അമ്പളിയിൽ കണ്ണെറിയുന്ന പോലെയെന്ന്. അപ്പോൾ ചോദിച്ചു, നീ ആ പാട്ട് പാടും. വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ അരിവാളിന്റെ കാര്യം, വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ. മൺഡേ ഇവിടെ പാടി സൺഡേ ഇവിടെ പാടി വെച്ച് മൺഡേ പോയി വേറെ പാട്ട്. ദൈവത്തെ സ്തുതിച്ച നാവ് കൊണ്ട് ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ വേറെ ഒന്നും നിന്റെ നാവിൽ നിന്ന് വരരുത്. മനസ്സിലാകുന്നുണ്ടോ? ഓടി വിക്ടറി കാൽവറി, അത് കഴിഞ്ഞാഴ്ച ആശീർവാദം കഴിഞ്ഞ് പിന്നെ വെറിയത്തരം പറയരുതെന്ന് സഭായത്തിന് പറഞ്ഞത്. കാൽവറി ആശീർവാദം കഴിഞ്ഞ് മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയായി പറയുന്നത്. ഇത് നിങ്ങൾ ചില ശ്രദ്ധിക്കുക, 5 മിനിറ്റ് കിട്ടിയ ഒരു കോപ്പി, 5 മിനിറ്റ് കിട്ടിയ ഒരു കോപ്പി. അത് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു കോപ്പിക്കും. പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ പ്രസഭയുടെ കാര്യമല്ല പറഞ്ഞ പൊതുവിലായി പറയുന്നത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു കോപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെന്തേലും സ്തോത്രം. ഈ ചിലർക്ക് വലിയവരുടെയും കാര്യം ചർച്ച ചെയ്യാൻ എന്തോ ഒരു താല്പര്യമാണെന്ന് അറിയാം. ഭയങ്കര തൃപ്തി. അവരൊക്കെ ആണ്ട് അജമാംസരസായം കഴിക്കുന്നത് പോലെ ഇതെല്ലാം വലിയ വീട്ടിലെ കാര്യം. ഇവരുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നമുണ്ട് ഇല്ലേ? എല്ലാം മൗനം വീക്ഷിക്കുന്നത്. ഇന്ന് അടിമാലി പോയില്ലെങ്കിലും ഈ ദൂതെല്ലാം ഇവിടെ പറഞ്ഞു തീർത്തേച്ച്, കാരണം ഈ വിഷയം ഇന്നുകൊണ്ട് ഞാൻ നിർത്താൻ പോകും. നിങ്ങളുടെ വിഷയമല്ല, ഈ സബ്ജക്ട്. നിങ്ങളില്ല ഇയാൾ ഇന്ന് തന്നെ കൊന്നേച്ച്
നിങ്ങളുടെ വിഷയമല്ല, ഞാൻ എടുത്ത സബ്ജക്റ്റ് ഇന്ന്. ഈ വല്ലവരുടെ കാര്യവും പല വീട്ടിലെ കാര്യവും എന്തോ ഒരു തൃപ്തിയാണെന്നറിയാമോ? അതിന് നല്ല സ്ക്രൂ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അമ്മാമ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഇത്രോ പോഷണായത് അമ്മാമ അത് കേട്ട് ഇളകുന്നവരും. ഞാൻ എൻ്റെ അടുക്കൽ പല കാര്യം ഇവിടെ സഭയുടെതല്ല, പൊതുവിൽ മറ്റു കാര്യങ്ങളൊക്കെ പലരും വന്നു, ഞാൻ ഇളകത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ആരും ഒന്നും എൻ്റെ അടുത്ത് ഞാൻ ആരെയും ഒക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെ ആരും അറിയാം എൻ്റെ അടുക്കൽ ആരും ഞാനല്ല കടുവായാണ്. അപ്പൊ ഇവർക്ക് പറയാ ഇത് ഇവിടെ ഈ ചേമ്പ് ഈ കലത്തിനകത്ത് ചേമ്പ് മാത്രമല്ല പരിപ്പും ഒന്നും ഈ കലത്തിനകത്ത്. എന്നാ നിങ്ങളോട് കൂടെ കൂടെ വന്ന് പലരും പറയുന്നത് നീ ഇത് കേൾക്കും അഭിപ്രായം പറയും. അതാ നിങ്ങളുടെ കൂടെ കൂടെ തുടക്കത്തിലെ സ്റ്റോപ്പ് ചെയ്യുന്നത്, തുടക്കത്തിലെ നിർത്തിക്ക്. ഒരു കാര്യം തന്നെ ഇടയ്ക്ക് വരികയല്ല, നീ ഇതിന് ചേർന്ന് വർത്താനവും പറയും അഭിപ്രായവും പറയും. അത് മറ്റുള്ളവർ പറഞ്ഞ് ഇങ്ങോട്ടും കൊണ്ട് കൊടുക്കും. അതാ നിന്നോട് കൂടെ കൂടെ വന്ന് വീണ്ടും എന്നെ എല്ലാവരും നിങ്ങളിപ്പോ ചിന്തിക്കുകയായിരുന്നു അയാൾ അതിലെ അങ്ങ് അടക്ക് നടന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം. പിന്നെ ഞാനിവിടെ വരാതെ അക്കീരമൺ പട്ടതിക്ക് വരുമോ? അക്കീരമൺ കാളിദാസ പട്ടതിരി തിരുവല്ല അങ്ങനെ ഇവിടെ വരുമോ? ഞാനാ ഇവിടെ വരേണ്ടത്. ദൈവം സ്തോത്രം സ്തോത്രം. അമ്മായിയമ്മയുടെ കുറ്റം മരുമകളോട് വന്ന് പറയുക. ആ തുടക്കത്തിൽ നീ നിർത്തിയിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ നീ ആരും ഒന്നും പറഞ്ഞു അമ്മായിയമ്മയുടെ കുറ്റം വന്ന് പറയുക. അമ്മായി ഇന്നത്തെ അമ്മായിയമ്മ എന്ന് പറഞ്ഞിട്ട് പിടികിട്ടിയില്ലേ? ഒപ്പിച്ചായിരിക്കുന്നേ അങ്ങനെ അവിടെ ടൈറ്റാനിൽ മനസ്സിലാവുന്നുണ്ട് അമ്മായിമ്മ എന്ന് പറഞ്ഞത്. അത്ര പറഞ്ഞാൽ ഈ വീട്ടിലല്ലേ പുള്ളിക്കാരി മനസ്സിലാകട്ടെ. അമ്മായിയമ്മയുടെ കുറ്റം നിന്നോട് വന്ന് പറയുമ്പം നീ അത് കേട്ടത് കൊണ്ടും അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നിന്റെ അടുക്കൽ വരുന്നത്. തുടക്കത്തില് പറയത്തല്ലേ എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും കേൾക്കണ്ട, എനിക്ക് എന്റെ ഭർത്താവിന്റെയും കൊച്ചിന്റെയും വീട്ടിലെ കാര്യമുണ്ട്, മേലിൽ എന്നോട് ഇങ്ങനത്തെ കാര്യം പിന്നെ എന്നോട് പറയുമോ? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സമാധാനം പറഞ്ഞു. എന്നെ നിങ്ങൾ മുമ്പേ ഗ്ലോറി വിക്ടോറി എന്നൊക്കെ പറഞ്ഞു ഇളകുന്നുണ്ട്, ഇപ്പൊ എന്നെ ഇളകാത്ര കാൽമുറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ലൈവ് ഇടയ്ക്ക് കണ്ട് ഓടിപ്പോകുന്നത് കൊണ്ട് എന്നെ ഇത്രത്തോളം യോഗവാസാക്കി 2 പ്രാവശ്യം പാടി. അന്നേരമില്ല നിങ്ങൾ നമ്പർ പഠിച്ചു 2 പ്രാവശ്യം പാടില്ലേ? ഞാൻ കേട്ടതോ? അതിന് വേറെ ലൈവായിരുന്നു. അത് ഞാൻ കുറ്റമല്ല പറഞ്ഞ നല്ലതാണ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എന്നെ ഇളകാത്ത സ്തോത്രം. ഭർത്താവിന്റെ കുറ്റം ഭാര്യയോട് വന്ന ആരെങ്കിലും പറയുമ്പം അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. സിസ്റ്ററെ എനിക്കിത് കേൾക്കണ്ട, എനിക്കിത് എനിക്ക് കേൾക്കണ്ട, മേലിൽ നിന്നോട് ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് അത് എന്റെ ഭർത്താവിന്റെ നല്ല ഒരു ഭർത്താവിന്റെ കാര്യം എന്നോട് അന്നേരം സ്റ്റോപ്പ് ചെയ്യും. ഭാര്യയുടെ കുറ്റം പോലെ ഭർത്താവിനോട് പറയുക അയ്യോ എന്റെ സഖി കൊച്ചുമോൾ ഇങ്ങനെ കേട്ടോ, കൊച്ചുമോളെ ചരിത്രം ഒന്നും സഖിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. അന്നേരം സഖി പറയണത് വേണ്ട വേണ്ട വേണ്ട, കൊച്ചുമോളുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൊച്ചുമോളെ കെട്ടിയത്. മേലിൽ ഇങ്ങനത്തെ സംസാരം കൊച്ചുമോളൊന്നുമല്ല, മോളിയുടെയും പറയണ്ട, രാജമ്മയുടെയും പറയണ്ട, ചിന്നമ്മയുടെ ഓരോ ചരിത്രവും എനിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ പറയൂ, പിന്നെ നിന്നോട് ഈ കൂടെ കൂടെ വന്ന് പറയാൻ കാരണം എന്നാ? നിങ്ങൾ പറയാൻ നിന്ന് നിങ്ങളെ വിടുക. ഞാൻ വണ്ടി വട്ടം വിട്ടിരിക്കുക. ജൂപ്പാസ് പറഞ്ഞു വണ്ടി അങ്ങോട്ട് കയറ്റിക്കോടാൻ പറഞ്ഞത്, വട്ടം വിട്ട് തരുന്ന സ്തോത്രം. വിശ്വാസിയുടെ കുറ്റം ഉപദേശിയോട് വന്ന് പറയുമ്പോൾ ഉപദേശി പറയണം വേണ്ട വേണ്ട വേണ്ട, എനിക്കിത് കേൾക്കണ്ട. ഉപദേശി പറയണം വേണ്ട വേണ്ട വേണ്ട, നീ ഇവിടെ വന്ന് ആരാധിക്കുക, പാടുക, പ്രാർത്ഥിക്കുക, വീട്ടിൽ പോവുക. ഉപദേശിയുടെ കുറ്റം വിശ്വാസിയോട് വന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട വേണ്ട, ദൈവദാസന്മാരുടെ കാര്യം വന്ന് എന്നോട് അവരെ നിയന്ത്രിക്കാൻ ഞാനാണല്ല. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിന്റെ കാര്യം നിന്നോട് കൊണ്ട് പറയാൻ വേണ്ട വേണ്ട, നിർത്ത്, അത് കുഞ്ഞുങ്ങളാ, അവരുടെ അപാകത കാണാം, അത് അവരോട് എന്ന് പറ, അല്ലെ പാസോട് എന്ന് പറ. മനസ്സിലാകും ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നില്ലേ?
അതാ ഞാൻ പറഞ്ഞത്, എന്നോട് ആരും ഒന്നും അതെന്നെ അതെനിക്കും പിടികിട്ടുന്നില്ല. എന്നാൽ നിങ്ങളോട് എല്ലാവരും വന്ന് എന്റെ ഞാൻ നാടൻ പോകുന്നുണ്ടോ പറഞ്ഞോണ്ട് എറിഞ്ഞ് താഴെ സണ്ണിക്ക് എന്നെ ഒരു അരുതാടിയ പോലെ ഇതിനെട്ട് തമ്പിച്ചിരിക്കുകയായിരിക്കും. ഇനി അങ്ങനെ ഓരോന്ന് കേൾക്കാനുണ്ട്. ദൈവത്തിന്റെ മകത്ത് സ്തോത്രം. ആത്മീയത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനും നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. അതിനോടാണ് നിന്റെ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം നന്നായി പോകണമെങ്കിൽ ഈ പകൽ ഒരു തീരുമാനം പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ പല കാര്യമല്ലേ വന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. എന്നാ തീരുമാനിക്കാവോ? പറ. നമ്മള് തമ്മിൽ ഉടക്കമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം ചോദിക്കാം, തീരുമാനിച്ചല്ലോ. ലളിതാനന്ദി താറാ എന്നെ തീരുമാനിച്ചു കേൾക്കത്തുമില്ല. സുമേന്റെ അതിനെ കൊടുക്കുന്നതിന് പോലും പൊളിക്കുന്നില്ല. ഇല്ലല്ലോ. പറ. ഇങ്ങനെ തലയാട്ടം പോലെ തലയാട്ടിയാണ് നോക്കുന്നത്. ഓമനമ്മയുടെ കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞ അന്നാലും പറയണം, നിർത്തിയാക്കാൻ പറയണം. പറയുമോ? തീരുമാനിക്കും. പറയും. കുഞ്ഞമ്മ മക്കളുടെ കാര്യം ചിലപ്പോൾ റോയി അങ്ങനെ അറിയി അങ്ങനെ അമ്മാമയ്ക്ക് മമ്മിയെ പറ്റി പറഞ്ഞൊന്നും വേണ്ട വേണ്ട, എന്റെ കൊച്ചുങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞൊക്കെ ഞങ്ങൾ തീർത്തോളാം. എന്നാലും തോപ്പിച്ചിരിക്കാം. എന്നാ Rupees 240 received on PhonePe. അഞ്ചുകൊണ്ട് കുറ്റം വന്ന് ജിൻസിയോട് പറയാൻ, ജിൻസി പറഞ്ഞല്ല പറയാം, വേണ്ട വേണ്ട ചേച്ചിയുടെ കാര്യമൊന്നും എന്നോട് പറയണ്ട, ഞങ്ങൾ തീർത്തോളാം. സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അമ്മയും മോള് വിളിയോ? അമ്മച്ചിയുടെ പേരെന്തുവാ? കുഞ്ഞമ്മയുടെ കുറ്റം വന്ന് കൊച്ചുമോളാഞ്ചോട് അന്നും പറഞ്ഞു, വേണ്ട വേണ്ട ഞങ്ങൾ അമ്മയും മോളും തീർത്തോളാം, നിങ്ങളെ ഈ കാര്യത്തിലൊന്നും ഇടപെടുത്തിട്ടില്ല. സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്കാവോ, ഞാൻ നാളെ മുതൽ ഈ സഭയിലോട്ട് ഇങ്ങനെയൊക്കെ കുറുക്കോപ്പിക്കാണ് നീ കെട്ടിയെടുത്ത് വരാതിരിക്കുന്നതാ? സ്തോത്രം. ഇവിടെ വരുന്നവരെല്ലാം എന്റെ ആഗ്രഹം നിത്യതയെ കാണണം. സകല ആൾക്കാരും നിത്യതയെ കാണണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും അങ്ങ് കാണണം. അമ്മായിയമ്മ അങ്ങനെ മരുമകളുടെ കാര്യം ഉദാഹരണം അഞ്ചുവിന്റെ കാര്യം ഓമനയോട് പറയാം, വേണ്ട വേണ്ട അതൊക്കെ ഞങ്ങൾ തീർത്തോളാം, നിങ്ങളെ കാര്യത്തിലൊന്നും. ഇനി അറവ അതുപോലെ രൂക്ഷമായിട്ട് വല്ലതും വന്ന അനീഷ് പാസ്റ്റോട് പറഞ്ഞോളാം. എന്നെ പറ, നിങ്ങളെല്ലാരും ഞാൻ മരണ വീട്ടിൽ പോയിച്ചാവുന്നു. ഇവിടെ ആരും മരിച്ചോട്ടൊന്നുമില്ല. ഇവിടെ എല്ലാവരും ജീവനുള്ളവർ തന്നെ. നിങ്ങൾ ഇത് കണ്ടിട്ട് സ്തോത്രം. ഇതെനിക്ക് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടോ ഇഷ്ടക്കാരുണ്ടായിട്ടല്ല. യാതൊരു അസ്വസ്ഥത വരാതെ നമ്മളെല്ലാം വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിന്റെ പേരിൽ എടുക്കപ്പെടണം. അതുകൊണ്ട് ഇന്ന് മുതൽ പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങൾ ഒരു തീരുമാനത്തോടെ വീണ്ടും ഇന്നലെ രാത്രി ദൈവം വളരെ ശക്തമായിട്ട് ഇടപെട്ടു. എന്നോട് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടു. എന്നോട് വളരെ ഞാൻ ഭയപ്പെട്ട ഇന്നലെയായിരുന്നു. വചനത്തിനു മുമ്പാകെ ഞാൻ നടുങ്ങി, ഭയപ്പെട്ടു. സ്തോത്രം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിതയ്ക്കുന്ന മനുഷ്യനെ കടാക്ഷിക്കും. നീ വചനത്തെ ഭയപ്പെട്ടാൽ, ഞാൻ വചനത്തെ ഭയപ്പെട്ടാൽ ദൈവം നിന്നെ കടാക്ഷിക്കും. പക്ഷെ പിന്നെ മരത്ത് മത്സരിക്കുകയാണെങ്കിൽ 107 സങ്കീർത്തനം അതുല്യതയുടെ ആലോചനയോട് മത്സരിക്കുകയും അങ്ങനെ വന്ന് വായിച്ചേ. 107 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5 അതുല്യതന്റെ ആലോചനയോട് ആ വാക്യം വായിച്ചു. 107 ദൈവത്തിന്റെ വചനങ്ങളോട്
ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട്. അത് എത്രാം വാക്യം ലളിതാനി? 10. 10-ാം വാക്യം. ആ മൈക്കിന്റെ കൂടെ ലളിതാനിക്ക് കൊടുത്തു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചു, മൈക്കിൽ കൂടെ വായിച്ചു. ദൈവത്തിന്റെ വചനങ്ങളെ മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും പിന്നെ അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അവിടെ നിർത്തണേ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയോട് വചനം കേൾക്കുമ്പോൾ മത്സരമാണ്. അതിന് നിരസിച്ചാൽ എന്തോ സംഭവം? അടുത്ത വാക്യം കൊണ്ട് വാങ്ങിയത് ഇരുളിലും അന്ധത മനസ്സിലും ഇരുന്ന ഇരുളിലും അന്ധത മനസ്സിലും ഇരിക്കുമെന്ന് മനസ്സിലായോ? വചനം കേൾക്കുമ്പോൾ ഭയപ്പെട്ടാൽ ഇരുള് മാറി വെളിച്ചമുണ്ടാകും. എന്നാൽ വചനം കേൾക്കുമ്പോൾ പിന്നെ മറധരിച്ച് മത്സരിച്ച് എതിർത്താൽ അവൻ അന്ധകാര ശക്തി നിന്നെ പിടികൂടും, പിന്നെ രക്ഷപ്പെടുകയല്ല. എന്നാൽ വചനം കേൾക്കുമ്പോൾ അനുഭവിക്കുകയും ആത്മകമനം ചെയ്യുകയും വിറയ്ക്കുകയും അവൻ ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്താൽ സാധാരണ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. വചനത്തെങ്കിൽ വിറയ്ക്കണം. വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. യോശുവയെ പറഞ്ഞ് പടക്കളത്തിൽ വിട്ട് യോശുവ ഒന്ന് കൂടാരം വിട്ടുപിരിയാണെന്ന് നിൽക്കുക. 2 മോശ നേരത്തെ കൈവച്ച് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ ഒരു പോയിന്റ്, മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു നിൽക്കുക. മോശയെ വെള്ളം കുടിപ്പിക്കുകയല്ല, നടത്തിപ്പുകാരുടെ കൈക്ക് വെള്ളം ഒഴിച്ചെന്നാ അതിന്റെ അല്ല. നടത്തിപ്പുകാരെ നന്നായിട്ട് നമ്മുടെ പുള്ളിയെ നന്നായിട്ട് കവാല മാസം ശരിക്കും ഞാൻ വെള്ളം കുടിപ്പിച്ചു, പുള്ളി കഷായിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഉപദേശിയായിക്കോട്ടെ, ശരിഭാഷ ഞാൻ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു. പുള്ളി കൂടി ചൂപ്പാട് വന്നു. അവസാനം പുള്ളി കുഴഞ്ഞു. ശരിഭാഷ വെള്ളം കുടിപ്പിക്കുകയല്ല, ശരിഭാഷ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മനസ്സിലായി എന്ന് പറഞ്ഞാൽ കണ്ണയത്തും വിധയത്തും. ഉദാഹരണം പറയാം. ഉദാഹരണമാണ് നമ്മുടെ സമയം പ്രായമുള്ള അപ്പച്ചൻ വന്നത്. ഉദാഹരണം ഒരു അമ്മച്ചിയോ അപ്പച്ചനുമാണ്. അപ്പൊ നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ന്യായമായിട്ട് സഹോദരിമാരോ കൊച്ചു മുമ്പുള്ളവരോ ചെയ്യേണ്ടത് അവരോട് പറഞ്ഞ അവിടേക്ക് ഞാൻ എടുത്തുകൊണ്ട് പോകും. അതാണ് മര്യാദ. അത് വീട്ടിലാ പഠിക്കേണ്ടത്. വീട്ടിൽ വല്യപ്പനുണ്ടെ ആദ്യം ഇത് ചെയ്ത് കാണിക്കണം. പ്രായമുള്ള ഒരു അമ്മ വന്നത്, പ്രായമുള്ള ഒരു അപ്പച്ചൻ വന്നല്ലോ, അപ്പച്ചനടുത്തേക്ക് ഞാൻ എടുത്തോണ്ട് കഴിച്ചു കഴിയുമ്പം അത് മേടിച്ചുകൊണ്ട് പാത്രം കൂടെ കഴുകി വെക്കുന്നത് വളരെ അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ന്യായമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് യോഗം ഒന്ന് കഴിയട്ടെന്നുള്ള രീതിയിൽ വേണ്ടേ? പ്രായമുള്ള ഒരു സ്റ്റെപ്പ് കയറാൻ ഒന്ന് പിടിച്ച് ഇതാരും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. സമയം വന്ന ഒരമ്മ, ഞാൻ ഉദാഹരണമായി പറയുന്നത്, ചട്ടയം കൊണ്ട് നേരിയതും കൊടുക്കുന്നെങ്കിൽ നേരിയത് ഞുറിഞ്ഞു തോത്തില്ല, അത് കുലുങ്ങി കിടക്കുക. ചില അമ്മമാരെ അമ്മച്ചി അവിടെ നിൽക്കുന്ന പറഞ്ഞതെല്ലാം ഒന്ന് ഇതൊക്കെ നോക്കിക്കണ്ട് ചെയ്യും. ഇത് വീട്ടിൽ പഠിക്കേണ്ടതാണ്. വീട്ടിൽ പഠിക്കണം. സ്തോത്രം. നിങ്ങളിപ്പോ ചിന്തിക്കുക, നല്ല അന്തരീക്ഷമായിരുന്നു, അയാള് വന്ന് കയറി അതുകൊണ്ട് തല്ലി തകർത്തു. വളരെ മനോദുഃഖത്തോടാണ് ഇന്നത്തെ യോഗം കഴിഞ്ഞ്. ഇന്ന് പോകേണ്ട ഒരു കാര്യവും അച്ഛനോട് പറഞ്ഞതാണ്, നീ ഇന്ന് പോകണ്ടാണ്. ഞാൻ പുള്ളിയെ വക വയ്ക്കാതെ അതിൻ്റെ ഇന്ന് ഞാൻ മേടിച്ച് വെട്ടുകയും ചെയ്തു. അതിന് നമ്മൾ ജോലിക്ക് പോയിരുന്ന വൈകാരം ഇതുവരെയും ഞാൻ ഇത്രയും ദിവസം ഉപവാസപ്പാട് നടന്നിട്ടൊരു പകൽ യോഗത്തിന് ഒരു സൂക്ഷ എന്നെ കണ്ട എന്റെ തല കഴിച്ചാ ലൈവിലും പറഞ്ഞു വരണ്ട ഒരു കാര്യവും. എന്നോട് വീട്ടുകാർ പറഞ്ഞ ഓമനെ നീ ഇന്നേലും ഒന്ന് ഇന്ന് വന്നത് അനുഗ്രഹമാണ്. ഇന്ന് വന്നത് എല്ലാവർക്കും അനുഗ്രഹമാണ്. ഈ ഭവനത്തിന് വിടുതലാകണം. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാം വിടുതലാണ്.
ആരാ? യോശുവ. ശുശ്രൂഷയ്ക്ക് നമ്മുടെ പിള്ളേരെല്ലാം നോക്കിയും കണ്ടുപോലെ ചെയ്യണം. നോക്കിയും കണ്ട് കുഞ്ഞുങ്ങൾ അത് ശീലിച്ചെടുക്കണം. എല്ലാവരും വീട്ടുകാർ പ്രായമുള്ളവരൊക്കെ, പിള്ളേർ മാത്രമല്ല, നോക്കിയും കണ്ടും ചെയ്യും. സ്തോത്രം. ഒരാളുടെ ബലഹീനത മനസ്സിലാക്കി അവരോട് സമീപിക്കുകയും ഇടപെടുകയും ചെയ്യും. സ്തോത്രം. എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വില കൊണ്ടുപോകണം. നടന്നു കയറാനാവതിലെ പിടിച്ച് ഇപ്പൊ റോഡ് നടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള അപ്പനെ റോഡ് ക്രോസ് വണ്ടി ഇങ്ങനെ തിരുത്തിരാന്ന് വരിക അവർക്ക് ഒക്കെ. അപ്പൊ നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് വണ്ടിക്കാരനെ തടഞ്ഞു നിർത്തി വെച്ചു ഈ പ്രായമുള്ള അപ്പനെ അങ്ങ് റോഡ് ക്രോസ് ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്താൽ നീ അറിയാത്ത നന്മ നിന്റെ പുറകെ വരും. നമ്മൾ നടക്കുക റോഡെ കൂടെ കേരള തലയുടെ പുറത്തൂടെ അങ്ങനെ പറഞ്ഞാലും സ്തോത്രം. അങ്ങനെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം.